ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 3. ജോബിൻ്റെ പരാതി. അതിനുശേഷം ജോബ് സംസാരിച്ചു. ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രി ശപിക്കപ്പെടട്ടെ. ആ ദിവസം അന്ധകാരവ്രതമാകട്ടെ. ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ. അതിൻ്റെ മേൽ പ്രകാശം ചൊരിയാതിരിക്കട്ടെ. അന്ധകാരം സാന്ദ്രതമസ് തന്നെ അതിനെ ഗ്രഹിക്കട്ടെ. കാർമേഘം അതിനെ ആവരണം ചെയ്യട്ടെ. അന്ധകാരം കൊണ്ട് അത് ഭീകരമായി തീരട്ടെ. ആ രാത്രി കട്ട പിടിച്ച ഇരുട്ടുകൊണ്ട് നിറയട്ടെ. ആണ്ടുവട്ടത്തിലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അതുൾപ്പെടാതെ പോകട്ടെ. ആ രാത്രി ശൂന്യമായി പോകട്ടെ. അതിൽ നിന്ന് ആനന്ദാരവം ഉണ്ടാകാതിരിക്കട്ടെ. ലെവിയാഥനെ ഇളക്കിവിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ. അതിൻ്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ. പ്രകാശത്തിനു വേണ്ടിയുള്ള അതിൻ്റെ അഭിലാഷം പാഴായി പോകട്ടെ. പ്രഭാതം വിടരുന്നത് കാണാതിരിക്കട്ടെ. അമ്മയുടെ ഉദരം അടച്ച് അത് എൻ്റെ ജനനം തടഞ്ഞില്ല. എൻ്റെ കൺമുമ്പിൽ നിന്ന് ദുരിതങ്ങളെ മറച്ചില്ല. ജനിച്ചയുടനെ ഞാൻ മരിക്കാഞ്ഞതെന്ത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നയുടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചില്ല? എൻ്റെ അമ്മ എന്തിന് എന്നെ മടിയിൽ കിടത്തി ഓമനിച്ചു? എന്തിനെന്നെ പാലൂട്ടി വളർത്തി? ഞാൻ നിദ്രയണിഞ്ഞ് ശാന്തി അനുഭവിക്കുമായിരുന്നല്ലോ. നഷ്ടനഗരങ്ങൾ പുനരുദ്ധരിച്ച രാജാക്കന്മാരെ പോലെയും അവരുടെ ഉപദേഷ്ടാക്കളെ പോലെയും തങ്ങളുടെ കൊട്ടാരങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ട് നിറച്ച പ്രഭുക്കന്മാരെ പോലെ ഞാൻ ശാന്തനായി ശയിക്കുമായിരുന്നല്ലോ. പ്രകാശം നുകരാൻ ഇടകിട്ടാതെ മാതൃഗർഭത്തിൽ വെച്ച് മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാഞ്ഞത് എന്തുകൊണ്ട്? അവിടെ ദുഷ്ടരുടെ ഉപദ്രവം കടന്നു വരുന്നില്ല. ക്ഷീണിച്ചവർക്ക് അവിടെ വിശ്രമം ലഭിക്കുന്നു. തടവുകാർ പോലും അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു. മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവരെ അലട്ടുന്നില്ല. ചെറിയവരും വലിയവരും അവിടെയുണ്ട്. അടിമ യജമാനനിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു. കഷ്ടപ്പെടുന്നവന് എന്തിന് പ്രകാശം? തപ്തഹൃദയന് എന്തിന് ജീവിതം? അവൻ മരണത്തെ തീവ്രമായി വാഞ്ചിക്കുന്നു. അത് വന്നണയുന്നില്ല. നിധി തേടുന്നവനേക്കാൾ ശ്രദ്ധയോടെ അവൻ മരണം അന്വേഷിക്കുന്നു. ശവകുടീരം പ്രാപിക്കുമ്പോൾ അവർ അത്യധികം ആനന്ദിക്കുന്നു. വഴി കാണാത്തവന് ദൈവം വഴിയടച്ചവന് വെളിച്ചമെന്തിനാണ്? നെടുവീർപ്പികളാണ് എൻ്റെ ഭക്ഷണം. ജലപ്രവാഹം പോലെ ഞാൻ നിരന്തരം ഞരങ്ങുന്നു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്. എനിക്ക് വിശ്രമമില്ല. ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്.